കർത്താവായ യേശുക്രിസ്തുവിന് നന്ദി പറഞ്ഞുകൊണ്ട് ഫെയ്ത്ത് വോയിസിലേക്ക് എല്ലാവരെയും ഞങ്ങൾ സ്വാഗതം ചെയ്യുന്നു. രാജാക്കന്മാരുടെ 1-ാം പുസ്തകം 17-ാം അധ്യായം 4 മുതലുള്ള തിരുവചനങ്ങൾ ഇങ്ങനെ വെളിപ്പെടുത്തുന്നു. നിനക്ക് അരുവിയിൽ നിന്ന് വെള്ളം കുടിക്കാം. ഭക്ഷണം തരുന്നതിന് കാക്കകളോട് ഞാൻ കൽപ്പിച്ചിട്ടുണ്ട്. അവൻ കർത്താവിന്റെ കൽപ്പനയനുസരിച്ച് ജോർദാന് കിഴക്കുള്ള കെരീത്ത് നീർച്ചാലിനരികെ ചെന്ന് താമസിച്ചു. കാക്കകൾ കാലത്തും വൈകിട്ടും അവന് അപ്പവും മാംസവും കൊണ്ടുവന്നു കൊടുത്തു. ക്രിസ്തുവിൽ പ്രിയപ്പെട്ടവരെ, കർത്താവിന്റെ സന്നിധിയിൽ വരുന്നവനെ ഒരു നാളും കർത്താവ് ഉപേക്ഷിക്കുകയില്ല. അവിടുന്ന് വലിയവനാണ്. നമ്മുടെ ജീവിതത്തിലെ എല്ലാ മേഖലകളിലും ദൈവത്തെ കൂട്ടുപിടിക്കാമെങ്കിൽ ദൈവം നമ്മെ തീർച്ചയായും സഹായിക്കും. കർത്താവിന്റെ പ്രവാചകനായിരുന്ന ഏലിയ ദൈവത്തോടൊപ്പം നടന്നു. ദൈവത്തിന്റെ പദ്ധതികൾ മാത്രം അനുസരിച്ചു. അതുകൊണ്ട് തന്നെ വരൾച്ചയുടെ കാലത്തും ദൈവം ഏലിയായുടെ കൂടെ ഉണ്ടായിരുന്നു. ആരും സഹായിക്കുവാൻ ഇല്ലാതിരുന്ന സാഹചര്യത്തിലും ഏലിയ പ്രവാചകന്റെ വിശപ്പടക്കുവാൻ ദൈവം കാക്കകളോട് കൽപ്പിച്ചു. കാലത്തും വൈകിട്ടും ദൈവത്തിന്റെ കൽപ്പന പ്രകാരം അപ്പവും മാംസവും കാക്കകൾ ഏലിയ പ്രവാചകന് നൽകി. സ്നേഹമുള്ളവരെ, ആരും നമ്മെ സഹായിക്കുവാനില്ലായിരിക്കാം. എന്നാൽ പൂർണ്ണ ഹൃദയത്തോടെ നാം ദൈവത്തിൽ ആശ്രയിക്കുമ്പോൾ ദൈവം നമ്മെ സഹായിക്കും. വചനം പറയുന്നു, നീ നിന്റെ ദൈവമായ കർത്താവിനെ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ ആത്മാവോടും പൂർണ്ണ മനസ്സോടും കൂടെ സ്നേഹിക്കുക. ദൈവം പറയുന്നത് നാം അനുസരിക്കുവാൻ തയ്യാറാണെങ്കിൽ നമ്മൾ ഭയപ്പെടേണ്ട ആവശ്യമില്ല. കാരണം നമ്മുടെ ദൈവം വലിയവനാണ്, അതിശക്തനാണ്, അത്ഭുതങ്ങൾ ചെയ്യുന്നവനാണ്. നിന്റെ ജീവിതം കർത്താവിനെ ഭരമേൽപ്പിക്കുക, കർത്താവിൽ വിശ്വാസം അർപ്പിക്കുക. അവിടുന്ന് നിന്നെ താങ്ങിക്കൊള്ളും. നമ്മുടെ സ്വന്തം ശക്തിയിൽ ആശ്രയിക്കാതെ ദൈവത്തിൽ പൂർണ്ണമായും പ്രത്യാശ വെച്ച് വിശ്വസിച്ച് ദൈവഹിത പ്രകാരം ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുമ്പോൾ നമ്മുടെ നിരാശകൾ പ്രത്യാശയായി മാറും. നമ്മുടെ ദാരിദ്ര്യം മാറി നമുക്ക് സമൃദ്ധി ഉണ്ടാകും. നമ്മുടെ അല്പായുസ് ദൈവം ദീർഘായുസാക്കി മാറ്റും. നമ്മുടെ ശാപത്തെ അകറ്റി അനുഗ്രഹമാക്കും. നാം അനുഗ്രഹിക്കപ്പെട്ട മക്കളായി മാറും. നമ്മുടെ വിശ്വാസം വെറും ചടങ്ങുകൾ മാത്രമാകാതെ, ചില ആചാരാനുഷ്ഠാനങ്ങൾ മാത്രമാകാതെ ദൈവഹിത പ്രകാരം അനുസരിച്ച് ജീവിതം ക്രമപ്പെടുത്തുവാൻ നാം ശീലിക്കണം. നമുക്ക് നൽകപ്പെട്ടിരിക്കുന്ന പരിശുദ്ധാത്മാവിലൂടെ ദൈവത്തിന്റെ സ്നേഹം നമ്മുടെ ഹൃദയങ്ങളിൽ ചൊരിയപ്പെട്ടിരിക്കുന്നതിനാൽ ഏലിയ പ്രവാചകനെ പോലെ നമുക്ക് ദൈവത്തിൽ ആശ്രയിക്കാം. ദൈവത്തിൽ ആശ്രയിക്കുന്നവൻ വീണ്ടും ശക്തി പ്രാപിക്കും. ഏലിയ പ്രവാചകനെ പോറ്റിയ ദൈവം ഇന്നും ജീവിക്കുന്നു. അവിടുന്ന് വലിയവനാണ്. നമ്മുടെ രക്ഷകനായ കർത്താവായ യേശു നമ്മുടെ സകല ആവശ്യങ്ങളിലും മതിയായവനാണ്. ആ ദൈവത്തിന് ഇന്നും നമ്മെ സഹായിക്കുവാൻ സാധിക്കും. നമ്മുടെ ദൈവം ഇന്ന് നമ്മുടെ സകല ആവശ്യങ്ങളിലും കടന്നു വരട്ടെ. പിതാവായ നമ്മുടെ ദൈവത്തിന് നമ്മുടെ സകല ആവശ്യങ്ങളും കൊടുത്തുകൊണ്ട് നമുക്ക് പറയാം, കർത്താവായ ദൈവമേ, അങ്ങ് പരിശുദ്ധനാണ്. ഞാൻ അവിടുത്തെ ആരാധിക്കുന്നു. ദൈവപിതാവേ, എന്നോടെ താതൻ നീ, ദൂതന്മാർ പകൽ വാഴ്ത്തിടുന്നു. നന്ദിയാൽ വണങ്ങും തിരുമുൻപിലിന്നേരം എന്നുമെന്നും നീ നന്ദിയാൽ വണങ്ങും തിരുമുൻപിലിന്നേരം എന്നുമെന്നും നീ ആരാധ്യനായി. അവിടെ നിന്നും സ്തുതിയാണ്. ദൈവമേ, നീ മാത്രം ഓ എന്റെ ദൈവമേ, ബഹുമാനവും സ്വീകരിപ്പാനെന്നും നീ യോഗ്യനാം. നീ പരിശുദ്ധൻ, നീ എന്നും ദൈവമേ അങ്ങ് മാത്രം യോഗ്യൻ. നീ മാത്രം യോഗ്യൻ. ഓ ഹല്ലേലൂയ ദൈവമേ. ആരാധനയും സ്തുതി ബഹുമാനവും
യേശുവേ, എൻ്റെ രക്ഷകനായ ദൈവമേ, അങ്ങേ ഞങ്ങൾ ആരാധിക്കുന്നു. ഞങ്ങളുടെ രോഗങ്ങൾ സൗഖ്യപ്പെടുവാൻ സ്വന്തം ശരീരത്തിൽ മുറിവുകൾ ഏറ്റുവാങ്ങിയ എൻ്റെ യേശുവേ, ഞങ്ങൾ അങ്ങേ ആരാധിക്കുന്നു. കർത്താവേ, എൻ്റെ പാപങ്ങളെ അങ്ങയുടെ തിരുരക്തത്താൽ ഈ നിമിഷം കഴുകണം. എൻ്റെ മേൽ അങ്ങയുടെ കരം നീട്ടി കർത്താവേ, ഞങ്ങളെ ഓരോരുത്തരെയും അനുഗ്രഹിക്കണമേ. യേശുനാഥായൻ കർത്തനാം രക്ഷകൻ നീ, ദൂതന്മാർ രാപ്പകൽ വാഴ്ത്തിടുന്നു. നന്ദിയാൽ വണങ്ങും തിരുമുൻപിലിന്നേരം എന്നുമെന്നും നീ ആരാധ്യനാമേൻ. നന്ദിയാൽ വണങ്ങും തിരുമുൻപിലിന്നേരം എന്നുമെന്നും നീ യേശുവേ, അങ്ങ് പരിശുദ്ധൻ. അവിടുന്ന് മാത്രം സ്തുതിയും. ഓ ഹല്ലേലൂയ ദൈവമേ. ആശ്വാസപ്രദനായ പരിശുദ്ധാത്മാവേ, അങ്ങയുടെ അഗ്നിയുടെ അഭിഷേകം ഇത് ശ്രവിക്കുന്ന സകല മക്കളിലും നിറയട്ടെ. കർത്താവേ, അങ്ങയുടെ അഭിഷേകം ഞങ്ങളിലേക്ക് ഒഴുക്കണമേ. അങ്ങയുടെ അഗ്നി വലയത്തിനുള്ളിലാക്കി എന്നെയും എൻ്റെ കുടുംബത്തെയും നിറയ്ക്കണമേ. ഓ പരിശുദ്ധാത്മാവേ, എൻ്റെ നെടുവീർപ്പുകൾ പ്രാർത്ഥനകളാക്കി മാറ്റണമേ. എൻ്റെ കുറവുകളെ സമൃദ്ധിയാൽ നിറയ്ക്കുകയും ചെയ്യണമേ. ആരാധനയ്ക്ക് യോഗ്യനായ പരിശുദ്ധ ത്രിത്വമേ, ഞങ്ങൾ അങ്ങയെ ആരാധിക്കുന്നു. അവിടെ നിന്ന് ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ഞങ്ങൾ അങ്ങയെ മഹത്വപ്പെടുത്തുന്നു. അങ്ങയുടെ അത്ഭുതകരം ഇന്ന് സകല മക്കളിലും കർത്താവേ നീട്ടണമേ. ആശ്വാസപ്രദൻ നീ, ദൂതന്മാർ രാപ്പകൽ വാഴ്ത്തിടുന്നു. നന്ദിയാൽ വണങ്ങും തിരുമുൻപിലിന്നേരം എന്നുമെന്നും നീ. ഓ എൻ്റെ ദൈവമേ, നന്ദിയാൽ വണങ്ങും തിരുമുൻപിലിന്നേരം എന്നുമെന്നും നീ ആരാധ്യ. ദൈവമേ, അങ്ങ് പരിശുദ്ധൻ. അവിടുന്ന് എന്നും സ്തുതിയും. അവിടുന്ന് മാത്രം ആരാധനയ്ക്ക് സകല ബഹുമാനവും സ്വീകരിക്കുവാൻ യോഗ്യൻ യേശുവേ എന്ന് മാത്രം. ആമേൻ. ഹല്ലേലൂയ. ഓ എൻ്റെ യേശുവേ, ദൈവപിതാവേ, എന്നുടെ താതൻ നീ, ദൂതന്മാർ രാപ്പകൽ വാഴ്ത്തിടുന്നു. നന്ദിയാൽ വണങ്ങും തിരുമുൻപിലിന്നേരം എന്നുമെന്നും നീ ആരാധ്യ. ഓ എൻ്റെ കർത്താവേ, ഞങ്ങൾ അങ്ങേ ആരാധിക്കുന്നു. ദൈവമേ, അങ്ങ് പരിശുദ്ധൻ. അവിടുന്ന് മാത്രം സ്തുതിയും. കർത്താവേ, ഇന്ന് സകല മക്കളെയും അനുഗ്രഹിക്കും. സകല ആരാധനയും ബഹുമാനം യേശുവേ അങ്ങേക്കും മാത്രം.
യേശുവേ. ആരാധനയും സ്തുതി ബഹുമാനവും സ്വീകരിക്കാനെന്നും നീ യോഗ്യനാം. ഇന്ന് നിങ്ങൾ കേട്ട വചനം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. കർത്താവിൻ്റെ കൃപയ്ക്ക് കീഴിൽ നിന്നുകൊണ്ട് ഞങ്ങൾ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ നിങ്ങളെ അനുഗ്രഹിക്കുന്നു. ഇന്ന് നിങ്ങളുടെ ജീവിതത്തിൽ സമാധാനവും സന്തോഷവും സമൃദ്ധിയും യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ ഉണ്ടാകട്ടെ. ദയയും നിരാശയും ഉത്കണ്ഠയും ആകുല ചിന്തയും മരണഭയവും നിങ്ങൾ വിട്ടുപോകട്ടെ. രോഗങ്ങൾ, ക്ഷീണങ്ങൾ, വേദനകൾ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ മാറട്ടെ. ഭയം യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ മാറട്ടെ. ദീർഘായുസ്സും ആരോഗ്യവും സമൃദ്ധിയും യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ ഉണ്ടാകട്ടെ. ദൈവത്തിൻ്റെ കൃപയും നിങ്ങളോട് കൂടെ ഉണ്ടായിരിക്കട്ടെ. ദൈവം തൻ്റെ മഹത്വത്തിൻ്റെ സമ്പന്നതയിൽ നിന്നും യേശുക്രിസ്തു വഴി നിങ്ങൾക്ക് ആവശ്യമുള്ളതെല്ലാം നൽകട്ടെ എന്ന് ഫിലിപ്പിയർ 4:19 പ്രകാരം ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ആമേൻ.